ഹേ ഹലോ മച്ചന്മാരെ, പാകോ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബീഫിൻ്റെ എല്ല് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നല്ലൊരു സൂപ്പ് അടിച്ച് നോക്കാം. അപ്പോൾ ഒരു ബീഫിൻ്റെ കാല് കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കത് ആദ്യം മെഷീൻ വെച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കാലൊക്കെ നമ്മൾ മെഷീൻ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഫുള്ള് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. അപ്പം പാത്രം വെച്ച് നല്ലപോലെ ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്ക് ബീഫ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫും അതിൻ്റെ എല്ലും എല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അതിലേക്ക് ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുനുകുനേ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചി, പച്ചമുളക്, കുനുകുനേ അരിഞ്ഞ് വെച്ച പച്ചമുളക്, അതുപോലെ തന്നെ സ്പ്രിംഗ് ഒനിയൻ, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച കൊച്ചുള്ളി, ആവശ്യത്തിന് കൊച്ചുള്ളി. ഇതാണ് അതിൻ്റെ ടേസ്റ്റ് കിടക്കുന്നത്. മല്ലിയില കിടക്കട്ടെ. ഓക്കെ, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തിലേക്ക് ഇടിച്ച് വെച്ച കുരുമുളക്, ആവശ്യത്തിന് കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ എരിവ്. അപ്പോൾ ഫുള്ള് സാധനങ്ങൾ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 2-3 മണിക്കൂർ ഇവിടെ നിന്ന് പെരിയെ ഇരുന്ന് തിളച്ച് ഇത് വറ്റി വരണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 3 മണിക്കൂർ ചെറിയ തീയിൽ കിടന്ന് വെന്ത് വന്നിട്ടുള്ള നമ്മുടെ സൂപ്പാണ്. നല്ല ഗ്രേവിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ സൂപ്പ് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3 മണിക്കൂർ കൊണ്ട് പെരിയെ ഇരുന്ന് വറ്റി ആ ബീഫിൻ്റെ സത്ത് മൊത്തം നമ്മുടെ സൂപ്പിൻ്റെ അതിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ 3 മണിക്കൂർ കൊണ്ട് വെന്ത് അതിൻ്റെ സത്ത് മൊത്തം ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുണ്ട്. ആ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ടേസ്റ്റുണ്ട്. ലുണയ്ക്ക് വേണോ? ചൂട് മാറിട്ട് തരാം. അപ്പോൾ കിടു സാധനമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ലുണ ബാ മോനെ തരട്ടെ